എന്താണ് നിങ്ങൾക്ക് പണത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒരു കാലത്ത് സ്വർണമായിരുന്നു പണം. പിന്നീട് അത് കടലാസായി. ഇന്നാണെങ്കിലോ ഇൻസ്റ്റഗ്രാമിലെ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ വാക്കുകളാൽ നിങ്ങളുടെ സമ്പാദ്യം നിർണ്ണയിക്കപ്പെടുന്നു. പണ്ടൊക്കെ നമ്മൾ ദൈവങ്ങളെയും രാജാക്കന്മാരെയും വിശ്വസിച്ചിരുന്നു. ഇന്നാകട്ടെ സോഷ്യൽ മീഡിയയിലെ പണമുണ്ടാക്കാം എന്ന് പറയുന്നവരെയും. ഇതെന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഭാവിയും ഇവരുടെ കൈകളിൽ എത്തിപ്പെട്ടേക്കാം. കെട്ടുകഥയല്ല. അവർക്ക് ശരിക്കും എന്തൊക്കെ അറിയാമെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടോ? ഈ വീഡിയോയിൽ നമുക്കൊരു പുതിയ പഠനം പരിശോധിക്കാം. ഫിൻഫ്ലുവൻസർമാർ എങ്ങനെയാണ് നിങ്ങളുടെ പണമിടപാടുകളെ സ്വാധീനിക്കുന്നത് എന്നുള്ള ഒരു പഠനം. അവരുടെ ഉപദേശങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാക്കുന്നുണ്ടോ? അവസാനം ഒരു രഹസ്യവും പറയാം. അത് നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചേക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ, ഫിൻഫ്ലുവൻസർമാർ ആരാണ്? അവർ സോഷ്യൽ മീഡിയയിൽ ഓഹരികളും ക്രിപ്റ്റോ കറൻസികളും ഒക്കെ വാങ്ങാൻ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കുന്നവരാണ്. നമ്മുടെ പണം എവിടെ നിക്ഷേപിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആധുനിക സാമ്പത്തിക പ്രവാചകർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ വിളിക്കാം. നമ്മൾ എല്ലാ കാലത്തും ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചിട്ടുണ്ട് അല്ലേ? പണ്ട് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും, പിന്നീട് ബാങ്കുകാരെയും, ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസർമാരെയും. സോഷ്യൽ മീഡിയയുടെ ഈ പുതിയ പ്രവണത നമ്മുടെ മനസ്സിനെയും തീരുമാനങ്ങളെയും മാറ്റിമറിച്ച് കളയുന്നുണ്ട്. 2025 ഇന്റർനാഷണൽ ജേണൽ ഓഫ് കൺസ്യൂമർ സ്റ്റഡീസ് എന്ന ജേണലിൽ വന്ന ഇൻഫ്ലുവൻസർമാരും ഉപഭോക്താക്കളുടെ സാമ്പത്തിക തീരുമാനങ്ങളും എന്ന പഠനം 21 ഡച്ച് ഫിൻഫ്ലുവൻസർമാരുടെ 453 നിർദ്ദേശങ്ങൾ, 243 ഓഹരികളും 61 ക്രിപ്റ്റോ കറൻസികളും അടങ്ങിയിട്ടുള്ളത് അവർ പരിശോധിച്ചു. എന്തായിരുന്നു അവർ ചെയ്തത്? ഈ ഫിൻഫ്ലുവൻസർമാരുടെ നിർദ്ദേശത്തിന് മുമ്പും ശേഷവുമുള്ള ലാഭനഷ്ടങ്ങൾ പരിശോധിച്ച് ഫിൻഫ്ലുവൻസർമാരുടെ യഥാർത്ഥ മുഖം അവർ വെളിപ്പെടുത്തി. ഈ പഠനത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ കാണാം. ഒന്ന്, വിജയഭ്രമത്തിന്റെ പുറകെ പോകുന്നവർ. ഫിൻഫ്ലുവൻസർമാർ പറയുന്നത് ഹോട്ട് നിക്ഷേപങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ 6 മാസം 23% ലാഭം നേടിയ ഓഹരികളും 88% വരെ ലാഭം കിട്ടിയ ക്രിപ്റ്റോ കറൻസികളും മറ്റും. പക്ഷെ അവർ പറയുന്നത് മുൻകാലത്തെ വില കയറിയത് നോക്കിയതാണ് എന്നുള്ളതാണ് സത്യം. നിർദ്ദേശത്തിന് ശേഷമുള്ള തകർച്ചയാണ് രണ്ടാമത്തെ കാര്യം. നിർദ്ദേശം വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഓഹരികൾ 1-2% താഴ്ന്നു. ക്രിപ്റ്റോ കറൻസികൾ 2 മുതൽ 3% വരെ ഇടിയുന്നു. ഒരാൾ 1000 രൂപ നിക്ഷേപിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 20-30 രൂപ അവർക്ക് നഷ്ടമാകും. ഇനി മൂന്നാമത്തെ കണ്ടെത്തലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസിന്റെ കുറവ്. ഫിൻഫ്ലുവൻസർമാർക്ക് ഫിനാൻഷ്യൽ യോഗ്യതകളൊന്നുമില്ല. അവർ നിങ്ങളുടെ സാമൂഹിക സമ്മർദ്ദത്തെയും ഫോമോ എന്ന പേടിയെയും ചൂഷണം ചെയ്യുന്നു. എല്ലാവരും വാങ്ങുന്നുണ്ട്, നിങ്ങൾക്കും വേണം എന്നാണ് അവരുടെ ന്യായം. ഗൗരവതരമായ ഒരു കാര്യം എന്താണെന്നാൽ ഇതിൻ്റെ പിന്നിലൊരു പ്രശ്നമുണ്ട്. ഫിൻഫ്ലുവൻസർമാർ ഒരു സാമൂഹ്യ മിത്തിനെ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് പണക്കാരനാകാം എന്ന ഒരു മിത്ത്. ചരിത്രത്തിൽ നോക്കിയാൽ ഒരു കാലത്ത് ആൽക്കമിയിലൂടെ സ്വർണം ഉണ്ടാക്കാമെന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു. ഇന്ന് ഫിൻഫ്ലുവൻസർമാരാണ് അത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നത്. മനഃശാസ്ത്രപരമായി ഇത് നമ്മുടെ നിലവിലുള്ള വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്നു. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം കേൾക്കുന്നു. യുവജനങ്ങളുടെ സാമ്പത്തിക അറിവ് കുറവായതിനാൽ അവർ പരമ്പരാഗത ഉപദേശകരെ വിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുന്നു. ഫിൻഫ്ലുവൻസർമാർ വിദഗ്ധരാണെന്ന തെറ്റിദ്ധാരണയും ഉണ്ട് ചിലർക്ക്. സത്യം എന്താണ്? അവർക്ക് പ്രത്യേകിച്ച് ഒരു യോഗ്യതകളുമില്ല. വെറും അനുമാനങ്ങളിൽ അധിഷ്ഠിതമാണ് അവരുടെ ഉപദേശം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന 3 പ്രായോഗിക നിർദ്ദേശങ്ങൾ നോക്കാം. ഒന്നാമത്തത്, ഉറവിടം പരിശോധിക്കുക. ഫിൻഫ്ലുവൻസർമാർ പറയുന്നതിന് മുമ്പ് ഇയാൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് ചോദിക്കുക. CFA പോലുള്ള വിശ്വസനീയമായ സ്ഥാപനങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. നഷ്ടപ്പെടുമോ എന്ന ഭയം ഒഴിവാക്കുക. അതായത് ഫോമോ. എല്ലാവരും വാങ്ങുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒന്ന് നിൽക്കുക, സ്വന്തമായി പരിശോധന നടത്തുക. സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കാല വിജയം ഭാവി വിജയം ഉറപ്പാക്കില്ല. മൂന്നാമത്തത്, സ്മാർട്ടായി വൈവിധ്യവൽക്കരിക്കുക. ഒരു ഫിൻഫ്ലുവൻസറുടെ നിർദ്ദേശത്തിൽ എല്ലാ പണവും ഒറ്റ സ്റ്റോക്കിൽ തന്നെ നിക്ഷേപിക്കരുത്. മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകൾ പോലുള്ള സുരക്ഷിതമായ മാർഗങ്ങൾ പരിഗണിക്കുക. ചിന്തിക്കുക. ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പോലും നമ്മൾ റിവ്യൂ വായിക്കാറില്ലേ? സാമ്പത്തിക കാര്യങ്ങളിലും അതുപോലെ തന്നെ ചെയ്യുക. സ്വതന്ത്രമായി ചിന്തിക്കുക. നിങ്ങളുടെ പണം നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം. ഇനി അവസാനമായി പറയാനുള്ളത്, ഈ പഠനം വെളിപ്പെടുത്തുന്ന രഹസ്യം ഇതാണ്: അവർ ശുപാർശ ചെയ്യുന്ന നിക്ഷേപങ്ങൾ പലപ്പോഴും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട പദ്ധതികളുടെ ഭാഗമായേക്കാം. പരസ്യമായി ഒന്ന് പറയുമ്പോൾ രഹസ്യമായി അതിനെതിരെ നിക്ഷേപിക്കുന്ന തരം പദ്ധതികൾ. നിങ്ങളുടെ സാമ്പത്തിക ഭാവി നിങ്ങളുടെ കൈകളിൽ തന്നെ ഇരിക്കട്ടെ. ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കമൻറ്റുകളിൽ പറയൂ. കൂടുതൽ ഗവേഷണ വിവരങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പണവും ചിന്തയും വളർത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.